പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ നമ്മുടെ വിഷയം കറ്റാർ വാഴ അല്ലെങ്കിൽ ആലുവേര. ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും മുടിയുടെ സംരക്ഷണത്തിനും ഒക്കെ പ്രകൃതിയുടെ ഒരു വരദാനമാണ് കറ്റാർ വാഴ. ഔഷധച്ചെടി, പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള മരുന്ന്, ജീവന്റെ നാഡി, അതിശയച്ചെടി, സ്വർഗത്തിലെ മുത്ത് എന്നിങ്ങനെയൊക്കെ പല വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കറ്റാർ വാഴ. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും കറ്റാർ വാഴ ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഈ കറ്റാർ വാഴ. ഞാൻ പല വീഡിയോകളിലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ടിപ്സ് ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെ വീട്ടിൽ വളർത്താമെന്നും ഇതിന്റെ പരിചരണം എങ്ങനെയെന്നും വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്കിലും പലരും പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. ചിലരുടെ വീട്ടിൽ ഇതുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല, എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും അറിയില്ല. അപ്പോൾ ഇതേക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇടുന്നു. വീഡിയോ ലോങ് ആണ്, കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം കേൾക്കണേ. അനേകം അസുഖങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഇതിന്റെ ജ്യൂസ് എന്നാണ് പറയുന്നത്. ഇവിടെ ആയുർവേദിക് കടകളിൽ ഇതിന്റെ ജ്യൂസ് പലരും വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതേക്കുറിച്ച് കൂടുതൽ അറിയില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ചിലർ എന്നോട് ഇത് കുടിക്കാമോ എന്ന് ചോദിച്ചത് കൊണ്ട് ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ ജ്യൂസ് പലരും വാങ്ങി കുടിക്കാറുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഔഷധങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക, അതാണ് നല്ലത്. വീട്ടിലുള്ള കറ്റാർ വാഴയിൽ നിന്നും ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തെങ്കിലും അതേക്കുറിച്ച് ഐഡിയ കിട്ടിയാൽ വീഡിയോ ഇടാം. സൗന്ദര്യ സംരക്ഷണത്തിന് പ്രകൃതി തന്നിരിക്കുന്ന ഒരു വരദാനമാണ് കറ്റാർ വാഴ. പല ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെയും ക്ലെൻസറുകളിലും മോയ്സ്ചറൈസറുകളിലും ഒക്കെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ അതിൽ നമുക്ക് കറ്റാർ വാഴ, അലുവേര കാണാം. കറ്റാർ വാഴയിൽ വൈറ്റമിനുകൾ, അമിനോ ആസിഡുകൾ, ഇരുമ്പ്, മാംഗനീസ്, കാൽസ്യം, സിങ്ക് ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ കറ്റാർ വാഴ. ഇനി കറ്റാർ വാഴ ഉപയോഗിച്ചുള്ള ചില ടിപ്സുകൾ പറയാം. നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ വളർത്തുന്ന കറ്റാർ വാഴ ഇല്ല എങ്കിൽ ഇതിന്റെ ജെല്ല് വാങ്ങാൻ കിട്ടും. ഏത് ബ്രാൻഡ് വേണേലും എടുക്കാം. ഞാൻ സ്പെഷ്യലായി ഒരു ബ്രാൻഡും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ചേച്ചി ഈ ബ്രാൻഡ് നല്ലതാണോ, ഈ കമ്പനി നല്ലതാണോ എന്നൊന്നും എന്നോട് ചോദിക്കല്ലേ. നിങ്ങൾക്ക് പറ്റുന്ന വിലയ്ക്ക് ഏത് കിട്ടുന്നു, ഏത് നല്ലതെന്ന് തോന്നുന്നു അത് വാങ്ങുക. ഇനി വീട്ടിലുള്ള ഫ്രഷ് ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ അത് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകണം. കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു മഞ്ഞ ദ്രാവകം വരും. ഇത് മുഖത്ത് പുരണ്ടാൽ നമ്മുടെ മുഖത്ത് ചൊറിച്ചിൽ വരും. അതുകൊണ്ട് അത് നന്നായിട്ട് കഴുകിക്കളയണം, പ്രത്യേകം ശ്രദ്ധിക്കണം അത്. ഇനി വീട്ടിലുള്ള ചെടിയിൽ നിന്നും കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എത്ര നാൾ വേണേലും ഇരിക്കും. ആവശ്യത്തിന് കുറേശ്ശെ അതിൽ നിന്ന് എടുത്താൽ മതി. അകത്തെ വെള്ള നിറത്തിലുള്ള പൾപ്പാണ് നമുക്ക് വേണ്ടത്. കറ്റാർ വാഴ ജെല്ലി വീട്ടിൽ ഉണ്ടാക്കുന്ന വിധം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ലിങ്ക് വേണേൽ കമന്റ് ബോക്സിൽ ഇടാം. മുഖത്തെ കറുത്ത പാടുകൾ മാറാൻ കറ്റാർ വാഴ വളരെ നല്ലതാണ്. കുറച്ച് കറ്റാർ വാഴ ജെല്ല്, തുളസിയില നീര്, പുതിനയിലയുടെ നീര് എന്നിവ ഓരോ ടീസ്പൂൺ വീതം എടുക്കുക. ഇത് മൂന്നും യോജിപ്പിച്ച ശേഷം ഒരു 15 മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പാട നീക്കിയ കാച്ചിയ പാല് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം കഴുകാം. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ്, കണ്ണിന്റെ പോളയിലുള്ള കറുപ്പൊക്കെ മാറ്റുന്നതിനായി കറ്റാർ വാഴ ജെല്ല് ഒരു മസ്ലിൻ തുണിയിൽ പൊതിഞ്ഞ് കൺപോളകളിലും കൺതടത്തിലും വെക്കുക. അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ ഇത് കണ്ണിൽ വെച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം. അതല്ല എങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ജെല്ല് നമ്മുടെ എവിടെയാണോ കറുത്ത പാടുകൾ ഉള്ളത് അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്നുറങ്ങാം. അടുത്തത് സൺ ടാൻ മാറാൻ കറ്റാർ വാഴ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. 1 സ്പൂൺ കറ്റാർ വാഴ നീരും 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞളും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതെവിടെയാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്ത ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. സൺ ടാൻ മാറാൻ വളരെ നല്ലതാണ്. അതല്ല എങ്കിൽ കുറച്ച് ആലുവേര ജെല്ലിൽ കുറച്ച് നാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് അത് ശരീരത്തോ കയ്യിലോ കാലിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പുരട്ടിയാൽ സൺ ടാൻ മാറാൻ വളരെ നല്ലതാണ്. ഇനി നിങ്ങളുടെ മുഖം ഓയിലി ആണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓയിലി ആകുന്നു എങ്കിൽ കുറച്ച് ആലുവേര ജെല്ലിൽ കുറച്ച് തേൻ ചേർത്ത് മിക്സാക്കി മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇത് മുഖത്ത് വെച്ചേക്കാം. അതിനുശേഷം കഴുകിക്കളയാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. മുഖക്കുരു, അതിൻ്റെ പാടികൾ ഇവയൊക്കെ മാറാൻ ഈ കറ്റാർ വാഴയുടെ ജെൽ മുഖത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ്. പിഗ്മെന്റേഷൻ ഉള്ളവർ കുറച്ച് ആലുവേര ജെല്ലിൽ കുറച്ച് ബദാം ഓയിൽ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഇത് ഡെയിലി ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. കുറച്ച് കറ്റാർ വാഴ നീര്, തൈര്, മുൾത്താനി മിട്ടി അല്ലെങ്കിൽ പയറുപൊടി ഇത്രയും
നന്നായിട്ട് യോജിപ്പിച്ച് തലയിൽ പുരട്ടുക. 30 മിനിറ്റിന് ശേഷം, കുറഞ്ഞത് 30 മിനിറ്റ് വെച്ചേക്കണം. അതിനുശേഷം ഇത് കഴുകി കളയാം. മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് എത്രയും വേണോ നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. നല്ലപോലെ തലയോട്ടിയിലും തേച്ച് പിടിപ്പിക്കണം. എണ്ണ കാച്ചുമ്പോൾ അതിൽ കറ്റാർവാഴ ചേർത്ത് എണ്ണ കാച്ചാം. മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായി വേണേലും നിങ്ങൾക്ക് തലയിൽ തേക്കാം. തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. അതല്ലെങ്കിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണയിൽ ഇതിൻ്റെ പൾപ്പ് മിക്സ് ചെയ്ത് തേക്കാം. ഇത് തല തണുക്കാൻ, താരൻ മാറി കിട്ടാൻ, മുടിയുടെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ധാരാളം വേറെയും ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.